ഈ വീഡിയോയിൽ നമ്മൾ 3 ഫങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. മാപ്പ് ഫംഗ്ഷൻ, ഫിൽട്ടർ ഫംഗ്ഷൻ ആൻഡ് ലാംഡ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് മാപ്പ് ഫംഗ്ഷൻ എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് മാപ്പ് ഇസ് എ ബിൽഡ് ഇൻ ഫംഗ്ഷൻ. ഇതൊരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് പർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ യു വാണ്ട് ടു അപ്ലൈ സ്പെസിഫിക് ഓപ്പറേഷൻ ഓർ ഫംഗ്ഷൻ ടു എവറി എലമെൻറ്റ് ഇൻ എൻ ഇറ്ററബിൾ. അതായത് ഒരു ഇറ്ററബിളിൽ അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ ഉള്ള എലമെൻറ്റ്സിൽ ഓരോ എലമെൻറ്റിൻ്റെ അടുത്തും നമുക്കൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിലാണ് നമ്മൾ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതായത് മാപ്പ് ഫംഗ്ഷൻ ജസ്റ്റ് ഒരു ഫംഗ്ഷനെ ഒരു സീക്വൻസിലെ എല്ലാ എലമെൻറ്റായിട്ട് മാപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. ആൻഡ് യു വാണ്ട് ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട്സ് ഇൻ എ കോമ്പാക്ട് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് ദ നീഡ് ഫോർ എക്സ്പ്ലിസിറ്റ് ലൂപ്സ് ആൻഡ് എനേബിൾസ് യു ടു എക്സ്പ്രസ് മാപ്പിംഗ് മോർ സക്സിങ്ക്ലി. അതായത് നമ്മൾ സാധാരണ അതിന് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻ നമുക്ക് ആ സീക്വൻസിലെ ഓരോ എലമെൻറ്റിൻ്റെ അടുത്തും അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മൾ സാധാരണ ഗതിയിൽ എന്താ ചെയ്യുക, നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ആ സീക്വൻസിലെ ഓരോ എലമെൻറ്റിലൂടെയും ഐട്രേറ്റ് ചെയ്തുകൊണ്ട് പോകും. ഓരോ എലമെൻ്റ് എടുക്കുമ്പോൾ ആ എലമെൻറ്റിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. എന്നാൽ മാപ്പ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാപ്പ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫംഗ്ഷനെ ആ സീക്വൻസിലെ എലമെൻറ്റ്സിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇവിടെ മാപ്പ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷനും ഇൻറ്ററബിളാണ്. അതായത് ഫസ്റ്റ് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു, ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഏത് സീക്വൻസിൻ്റെ എലമെൻറ്റ്സിലോട്ടാണ് ഇത് മാപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സീക്വൻസിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നു. അവിടെ ഫംഗ്ഷൻ ദാറ്റ് വിൽ ബി അപ്ലൈഡ് ടു ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഇറ്ററബിൾ. ആൻഡ് ഇറ്ററബിൾ എന്ന് പറയുന്നത് ഒരു ഇറ്ററബിൾ, അത് ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, സ്ട്രിങ് ആവാം, എന്തോ ആകാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഞാൻ ഡെഫ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പാരാമീറ്ററായിട്ട് എക്സ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് റിട്ടേൺ. എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? എക്സിൻ്റെ പവറിൽ 2 വന്നിട്ട് സ്ക്വയർ 2 എന്ന് പറഞ്ഞാൽ 4 വരുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ വർക്കാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇറ്ററബിളിലോട്ട് മാപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഈ ലിസ്റ്റിലെ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നു. സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. എന്നിട്ട് ഏത് ഇറ്ററബിളാണോ ആ ഇറ്ററബിളിൻ്റെ പേര് കൊടുക്കുന്നു. ഞാൻ ഡിഫൈൻ ചെയ്ത ലിസ്റ്റിൻ്റെ പേര് നമ്പേഴ്സ് എന്നാണ്, അത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു മാപ്പ് ഒബ്ജക്റ്റാണ് കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിൽ ആണ് ഈ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഉള്ളത്. അപ്പോൾ അതിൽ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാണ്. കണ്ടോ, 1ൻ്റെ സ്ക്വയറായിട്ട് 1 വന്നിട്ടുണ്ട്, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ 9, 4ൻ്റെ 16, 5ൻ്റെ 25. സാധാരണ രീതിയിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തും കണ്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ നമ്മളൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും ഫോർ ഐ ഇൻ എന്താ നമ്മുടെ സീക്വൻസിൻ്റെ പേര്, നമ്പേഴ്സ് അല്ല, ഫോർ ഐ ഇൻ നമ്പേഴ്സ് എൽ ഡോട്ട് അപ്പൻഡ് എന്ത് സ്ക്വയർ കണ്ടിട്ട് സ്ക്വയർ ഓഫ് ഐ, സ്ക്വയർ ഐ ഐ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എൽ പ്രിൻ്റ് ചെയ്യും. എന്താ വന്നത്, സ്ക്വയർ സ്പെല്ലിങ് ഏറ്റവും സ്ക്വയർ. കണ്ടോ, നമുക്ക് സെയിം ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ 4 വരിയോളം കോഡ് എഴുതേണ്ടി വന്നു. പക്ഷേ ഇവിടെ ജസ്റ്റ് 1 ലൈനിൽ നമുക്ക് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതാണ് മാപ്പ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വേർഡ്സിൻ്റെ ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റിനെയും അപ്പർ കേസ് ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡെഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പർ കേസ് വേർഡ് എന്ന് പറയുകയാണ്. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേർഡ് ഡോട്ട് അപ്പറാണ്. അപ്പർ കേസായിട്ട് റിട്ടേൺ ചെയ്യാം. ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്തൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന്. അപ്പർ കേസ് വേർഡ് എന്നല്ല നമ്മൾ ഫംഗ്ഷൻ്റെ പേര് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് വെറുതെ സ്മോൾ ലെറ്ററിൽ AKS എന്ന് കൊടുക്കുന്നു. ആണോ, അപ്പർ കേസായിട്ട് വരുന്നുണ്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമുക്കൊരു സീക്വൻസ് വേണമല്ലേ, ഒരു ഇറ്ററബിൾ വേണമല്ലേ. അതിന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. L2 എന്ന് പറഞ്ഞിട്ട് അതിൽ
അക്ഷയ് പട്ടേൽ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഒക്കെ സ്മോൾ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഓരോ എലമെൻറ്റിലോട്ടും അപ്പർ കേസ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ പറയുകയാണ് മാപ്പ് ഫംഗ്ഷൻ്റെ പേരെന്താണ്? അപ്പർ കേസ് വേർഡ്. ഇറ്ററബിളിൻ്റെ പേരെന്താണ്? L2. ഇവിടെ ഒരു മാപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കണ്ടോ, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്, അപ്പർ കേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സ്മോൾ ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ? എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. ഫോർ ലൂപ്പ് ആണെങ്കിൽ വീണ്ടും ഇതുപോലെയൊക്കെ എഴുതണ്ടേ? ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് മാപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിൽട്ടർ ഫംഗ്ഷൻ ആണ്. ഫിൽട്ടർ ഫംഗ്ഷൻ ഈസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ദാറ്റ് അലോസ് യു ടു ഫിൽട്ടർ എലമെന്റ്സ് ഫ്രം എൻ ഇറ്ററബിൾ സച്ച് എസ് ലിസ്റ്റ്, ടപ്പിൾ ഓർ സ്ട്രിംഗ് ബേസ്ഡ് ഓൺ എ ഗിവൻ കണ്ടീഷൻ. ഫിൽട്ടർ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു ഇറ്ററബിൾ ഉണ്ട്, ലിസ്റ്റോ ടപ്പിളോ സ്ട്രിങ്ങോ എന്തോ ആയിക്കോട്ടെ, അതിന്ന് നമ്മൾ കുറച്ച് എലമെൻറ്റ്സിനെ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് എലമെൻറ്റ്സിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെൻറ്റ്സ്, ഫിൽറ്ററിംഗ് ഫംഗ്ഷൻ ആൻഡ് ഇറ്ററബിൾ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫംഗ്ഷനും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും, അതുപോലെ തന്നെ ഒരു ഇറ്ററബിളും ഇൻപുട്ടായിട്ട് കൊടുക്കും. The filter function iterates over each element of the iterable, passes it as an argument to the given function and returns an iterator containing only the elements for which the function returns true. അതായത് നമ്മൾ ഫിൽട്ടർ ഫംഗ്ഷനുള്ള ഒരു ഫംഗ്ഷനും കൊടുക്കും, ഇറ്ററബിളും കൊടുക്കും. ആ ഫംഗ്ഷൻ ഈ ഇറ്ററബിളിലെ ഓരോ എലമെൻറ്റിലൂടെയും അപ്ലൈ ചെയ്തിട്ട് എപ്പോഴാണോ നമുക്ക് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുന്നത്, ആ ടൈമിലുള്ള എലമെൻറ്റ്സിനെ മാത്രമായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്നതാണ് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ഡെഫ് ഈസ് ഈവൻ. അതായത് ഈവൻ നമ്പർ ആണോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ പാരാമീറ്ററായിട്ട് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ് റിട്ടേൺ എക്സ് മോഡുലസ് 2 = 0 എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മോഡുലസ് 2 = 0 എന്ന് പറഞ്ഞാൽ ആ ഒരു ചെക്കാണല്ലേ. നമ്മൾ ചെക്ക് ചെയ്യാണ് എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് 0 വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഈവൻ നമ്പറാണ്. എന്നിട്ട് ആ ക്വസ്റ്റിനുള്ള ആൻസറാണ് യെസ് ഓർ നോ ആണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഇത് ഇഫ് കണ്ടീഷനിൽ കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഞാൻ റിട്ടേണിൽ ഡയറക്റ്റായിട്ട് കൊടുത്തുന്നുള്ളൂ. ഇതൊരു ചെക്കാണ്, ഇതൊരു കണ്ടീഷൻ ചെക്കാണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നോ എന്ന് റിട്ടേൺ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ഈസ് ഈവൻ 2 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഈവൻ നമ്പറാണ്, ട്രൂ എന്ന് വന്നിട്ടുണ്ട്. 1 കൊടുത്താൽ ഫാൾസ് എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തും കൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു ലിസ്റ്റിനെ എനിക്ക് ഫിൽട്ടർ ചെയ്യണം. ഞാനിവിടെ ലിസ്റ്റായിട്ട് ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്ത നമ്പേഴ്സിനെ തന്നെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വിളിച്ചെന്നുള്ളൂ. എന്നിട്ട് ഞാൻ പറയണം ഫിൽട്ടർ ഈസ് ഈവൻ, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് വിളിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇറ്ററബിൾ നമ്പേഴ്സ്, ഇവിടെ ഒരു ഫിൽട്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൽ 2ഉം 4ഉം മാത്രമാണ് ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 എലമെൻറ്റ്സുള്ള ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഓരോ എലമെൻറ്റിലും അപ്ലൈ ചെയ്തിട്ട് ട്രൂന്ന് വരുന്ന കേസിലുള്ള നമ്പേഴ്സ്, അതായത് 2ലും 4ലും മാത്രമേ ഈസ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ട്രൂന്ന് വരുള്ളൂ. ആ എലമെൻറ്റ്സിനെ മാത്രമായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഫിൽട്ടർ ഫംഗ്ഷൻ ചെയ്യുക. ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇറ്ററബിളിലെ എലമെൻറ്റ്സിനെ ഫിൽട്ടർ ചെയ്ത് തരും. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഞാൻ ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് 1 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൈം നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തായിരുന്നു. ആ ഫംഗ്ഷൻ ജസ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ട് ഇത് പ്രൈം നമ്പർ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, പ്രൈം നമ്പർ അല്ലെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ലിസ്റ്റ് ഫിൽറ്റർ ഫംഗ്ഷൻ്റെ പേര് ഈസ് പ്രൈം എന്നാണ്. എന്നിട്ട് നമ്മുടെ സീക്വൻസ് അല്ലെങ്കിൽ ഇറ്ററബിൾ എന്താണ്? നമ്പേഴ്സാണ്. കണ്ടോ, 1 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെയാണ് 2, 3, 5, 7, 11, 13, 17, 19. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ആ ഫംഗ്ഷൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതൊന്നെങ്കിൽ
ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ആ ഫംഗ്ഷനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇറ്ററബിൾ കൊടുക്കും. ആ ഇറ്ററബിളിൽ ഓരോ എലമെൻറ്റിലൂടെ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്ന എലമെൻറ്റ്സിനെ മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ഫംഗ്ഷൻ തരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഫംഗ്ഷൻ നോക്കാം, ലാംഡ ഫംഗ്ഷൻ. ലാംഡ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാംഡ ഫംഗ്ഷൻസ് ഓൾസോ നോൺ ആസ് അനോണിമസ് ഫംഗ്ഷൻസ് എന്നുള്ള മറ്റൊരു പേരും കൂടി ഉണ്ട് ലാംഡ ഫംഗ്ഷൻസിന്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു ക്രിയേറ്റ് സ്മോൾ വൺ ലൈൻ ഫംഗ്ഷൻസ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈനിങ് ദം യൂസിങ് ഡെഫ് കീവേഡ്. സാധാരണ ഇതിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡെഫ് എന്നുള്ള കീവേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. എന്നാൽ ജസ്റ്റ് ഒരു വൺ ലൈനിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. ദേ ആർ ടിപ്പിക്കലി യൂസ്ഡ് ഫോർ സിമ്പിൾ ഓപ്പറേഷൻസ് ആൻഡ് ആർ ഡിഫൈൻഡ് ഇൻലൈൻ അറ്റ് ദ പോയിന്റ് വെയർ ദേ ആർ നീഡഡ്. അതായത് സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പിന്നീടാണ് അതിനെ കോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് എവിടെയാണോ ആ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യേണ്ടത് ആ ടൈമിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കോൾ ചെയ്യുന്നതാണ് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഡ പാരാമീറ്റർ എക്സ്പ്രഷൻ, പാരാമീറ്റർ കോളൻ എക്സ്പ്രഷൻ. ഒരാളെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അയാളുടെ എന്ത് ടാസ്ക് പെർഫോം ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ എക്സ്പ്രഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ സ്ക്വയർ കാണാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തായിരുന്നു. ഇവിടെ ഈ ഫംഗ്ഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഡെഫ് കീവേഡ് യൂസ് ചെയ്തും കണ്ട് സ്ക്വയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എന്നാൽ ലാംഡ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൺ ലൈനിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ലാംഡ എന്ന് എഴുതുന്നു, എന്നിട്ട് എന്താണ് പാരാമീറ്ററാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ, എനിക്ക് അതിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്, ജസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. വർക്കാവുന്നുണ്ടോ നോക്കാം. എനിക്ക് ഇതിന് വേറൊരു പേര് കൊടുക്കാം അല്ലേ, square2 എന്ന് കൊടുക്കാം. ഓക്കെ, square2 യൂസ് ചെയ്തെങ്ങാണ്ട് ഞാൻ 2ൻ്റെ സ്ക്വയർ കാണാൻ നോക്കട്ടെ. 4 ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 4ൻ്റെ കൊടുത്ത് നോക്കാം, 16 കറക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 ലൈൻ ഓഫ് കോഡ് നമുക്ക് ജസ്റ്റ് 1 ലൈനിൽ കിട്ടി ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തെങ്ങാണ്ട്. ഓക്കെ, ഇനി 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ലാംഡ. എന്നിട്ട് പാരാമീറ്ററായിട്ട് എനിക്ക് 2 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, എക്സ് വൈ കോളൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, എക്സ് പ്ലസ് വൈ. കോൾ ചെയ്ത് നോക്കാം. ആഡ് ഞാൻ 5ഉം 6ഉം കൊടുക്കുകയാണ്. 5ഉം 6ഉം കൂടി എത്രയാണ് 11 ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാംഡ ഫംഗ്ഷൻസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്, മാപ്പ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ. മാപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ഇവിടെ ഒരു നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തു, എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ സ്ക്വയർ അപ്ലൈ ചെയ്യണ്ടായി അല്ലേ, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എന്നാൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം, ലാംഡ യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മാപ്പ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്, മാപ്പ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇറ്ററബിൾ കൊടുക്കുന്നു. ഓക്കെ, അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിസ്റ്റ് മാപ്പ്, എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച സ്ക്വയറാണ് നേരത്തെ വിളിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ലാംഡ ഫംഗ്ഷനിൽ അങ്ങനെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ ടൈമിൽ അയാളെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ലാംഡ എക്സിൻ്റെ പവറിൽ 2 നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇറ്ററബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കുന്നു. കണ്ടോ, 1ൻ്റെ പവറിൽ 2 തന്നാൽ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ 9. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് 1 ലൈനിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ ലാംഡ ഫംഗ്ഷനും മാപ്പ് ഫംഗ്ഷനും കൂടി കമ്പൈൻ ചെയ്തും കണ്ട് ഒരു ടാസ്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് ലാംഡ ഫംഗ്ഷനും ഫിൽട്ടർ ഫംഗ്ഷനും കമ്പൈൻ ചെയ്തും കണ്ട് ഒരു ടാസ്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ നോക്കാം. നമുക്കിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്, എന്നിട്ട് അതിൽ ഈവൻ നമ്പേഴ്സ് മാത്രമായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തു. അതിന് വേണ്ടി നമ്മൾ ഈവൻ നമ്പേഴ്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ആദ്യം ഈസ് ഈവൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് ഫിൽട്ടർ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഞാൻ ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്തിനാണ് വീണ്ടും ഇത് ചെയ്യുന്നത്, ഇത് ഓൾറെഡി ഇവിടെ ഇല്ലേ. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ലിസ്റ്റ് ഫിൽട്ടർ. നേരത്തെ എന്താ ചെയ്തത്, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈസ് ഈവൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. പക്ഷേ നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ലാംഡ ഉള്ളപ്പം ലാംഡ ആകുമ്പം ചങ്ങായി ഒറ്റയ്ക്ക് നമുക്ക് വേണ്ട ടൈമിൽ ചെയ്തു തരും. ഇവിടെ എന്തായിരുന്നു, മോഡുലസ് 2 = 0 ഈ ഒരു ചെക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ട്രൂ ഓർ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കും. എന്നിട്ട് ഉണ്ടെങ്കിൽ ട്രൂ എന്നായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക, ഇല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം.
വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒരു വേരിയബിളിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എസിൻ്റെ ഉള്ളിൽ 2 കൊടുക്കുന്നു. ട്രൂ എന്ന് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് യെസ് ഓർ നോ, ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഫംഗ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇറ്ററബിൾ എന്താണ്, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഒരു ബ്രാക്കറ്റ് കുറഞ്ഞായോ. ഓക്കെ, 2ഉം 4ഉം ആണ് ഈ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഈവൻ നമ്പർ ആയിട്ടുള്ളത്. അപ്പോൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ പണി കുറച്ചും കൂടി എളുപ്പമായി. ഓൾറെഡി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ട ടൈമിൽ മാത്രം വിളിച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ ഫംഗ്ഷൻ്റെ ബെനിഫിറ്റ്സ് ഞാനൊന്ന് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഒന്ന് ഭയങ്കര കൺസൈസ് ആയിട്ട് ഭയങ്കര ചെറുതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ റീഡബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. കാരണം നമ്മൾ എപ്പോഴാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ടൈമിലാണ് ഡിഫൈൻ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ആ ലോജിക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ കേസിലൊക്കെ എന്താണ്, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ എന്താണ് ആ ഫംഗ്ഷനിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന് വീണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് പോയിട്ട് എന്താ അവിടുത്തെ ലോജിക്ക് നോക്കണം. പക്ഷേ ലാംഡ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി റീഡബിലിറ്റിയും ആ ലോജിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഫംഗ്ഷൻ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാപ്പ് ഫംഗ്ഷൻ, ഫിൽറ്റർ ഫംഗ്ഷൻ, ലാംഡ ഫംഗ്ഷൻ. ഇത് ഞാൻ ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ എക്സാമ്പിൾസ് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ഡെപ്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.